ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ ഗുളിയാമുട്ടെന്ന് പറയും. ഇത് രണ്ടും രണ്ട് സെക്ഷനാണ്. ഇതിൽ മുകളിലേക്ക് എത്തിക്കാനുള്ള മരുന്നും ഇത് മുകളിൽ പോയി വിരിയാനുള്ള മരുന്നും. ഇവിടെ ടൈമർ. ഇതിൻ്റെ പണി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടൈമറിലേക്ക് ആദ്യം പിടിച്ച് കഴിഞ്ഞാൽ ഗൺ പൗഡറിലേക്ക് കിട്ടും. അതാണ് നിങ്ങൾ ജം എന്നൊരു സൗണ്ട് കേൾക്കണത്. അപ്പോൾ ഈ തോക്കിൻ്റെ ഉണ്ട പോലെ അത് മുകളിലേക്ക് തെറിക്കും. അപ്പോൾ മുകളിലേക്ക് പോയി 350 അടി 400 അടിയിൽ പോകുമ്പോൾ പൊട്ടുമ്പോൾ വിരിയുമ്പോൾ നമ്മൾ ഗുളിയാമുട്ടായിട്ട് കാണുന്നു. ഇതിലിങ്ങനെയാണ് ഇത് ലോഡ് ചെയ്യുക. മുകളിൽ കൂടെ തിരി വരും. ഈ തിരി വന്നു കഴിഞ്ഞാൽ തീ പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജം എന്നൊരു സൗണ്ട് കേൾക്കുമ്പോൾ ഇത് മുകളിലേക്ക് പോകും. ഇതാണ് അതിൻ്റെ പണി. തോക്കിൻ്റെ പ്രിൻസിപ്പിൾ തന്നെ. എല്ലതും തോക്കിൻ്റെ പോലെ തന്നെ. തൃശ്ശൂർ പൂരത്തിന് എല്ലാ കൊല്ലവും ഏതെങ്കിലും ഒരു പുതിയ ഐറ്റം ഉണ്ടാവും. ഈ പ്രാവിനൊക്കെ വെച്ച് വിട്ടുന്ന കാലങ്ങളുണ്ടായിട്ടുണ്ട്. പ്രാവ്, കുരങ്ങിനെ ആദ്യം 77-ലാണ് കുരങ്ങിനെ ആദ്യം വിടണത്. 77 വിട്ട് കുരങ്ങിനെ വിട്ട് അത് കഴിഞ്ഞ് കുരങ്ങൻ പാരച്ചൂട്ടിൽ ഇറങ്ങി കുരങ്ങൻ വന്ന് കുടമാറ്റം നേരത്താണ്. കുരങ്ങൻ ചോട്ടിലേക്കൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കുരങ്ങൻ മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ പാരച്ചൂട്ടിൻ്റെ വള്ളി കാണുന്നു. ആ വള്ളിയുമേ അങ്ങോട്ട് കയറി പിടിച്ചു. വള്ളിയെ ചുരുങ്ങി, കുട ചുരുങ്ങി, ആൾ കീഴ്പിട്ട് വീണു. വലിയ പേർക്കില്ലാണ്ട് രക്ഷപ്പെട്ടു. പിറ്റേ കൊല്ലം മുതൽ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങൻ്റെ കയ്യുമ്മ പട്ടിക വെച്ച് കെട്ടി മടങ്ങാണ്ടിരിക്കാൻ. അപ്പോൾ കുരങ്ങൻ്റെ കൈ ഇങ്ങനെ നിൽക്കുള്ളൂ, ഇങ്ങനെ പിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഭംഗിയായിട്ട് ഇറങ്ങി. അതുപോലെ തന്നെ പ്രാവിനെയും വെച്ച് വിടാറുണ്ട്. ഇപ്പോഴൊക്കെ ജന്തു സ്നേഹികളൊക്കെ ഇടപെട്ടപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ ഇതാണ് ഈ കുരങ്ങിനെയും പ്രാവിനെയൊക്കെ വെച്ച് വിടുന്ന അമ്പിൻ്റെ രൂപഘടന. ഇതൊരു രണ്ട് സെക്ഷനാണ്. പ്രാവിനെയും കുരങ്ങിനെയൊക്കെ 5 മിനിറ്റ് മുമ്പ് മാത്രമേ വയ്ക്കുള്ളൂ. വെച്ച് കുറ്റിയിലിട്ട് കഴിഞ്ഞാൽ ഇത് രണ്ട് സെക്ഷൻ. തീയും ചൂടൊക്കെ ഈ വഴിക്കും, കുരങ്ങിനെ ഈ വഴിക്കും തട്ടും. പ്രാവ്, കൊടമാല, പാരച്ചൂട്ട് ഒക്കെ ഇതിൻ്റെ സെക്ഷൻ. ഇത് 2 സെക്ഷനാണ്. ഇതിൻ്റെ ഫോഴ്സ് കൊണ്ട് പിന്നീ കൂടിയാണ് അവർ പുറത്തേക്ക് പോവുക. കുരങ്ങിനാണെങ്കിൽ പാരച്ചൂട്ട് കിട്ടും. പ്രാവാണെങ്കിൽ തന്നെ പറന്നു പോകും. പണ്ടൊക്കെ വീട്ടിൽ വളർത്തിയിരുന്ന പ്രാവിനെ വിട്ടിരുന്നത് അത് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. 2-3 ദിവസം കഴിയുമ്പോൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും. ഇപ്പം ഇന്നൊന്നും അത് നിയമം അനുവദിക്കുന്നില്ല. പ്രകൃതി സ്നേഹികൾ അതിനെതിരാണ്. പ്രാവിനെയും കൊക്കിനെയൊക്കെ വെടിവെച്ച് ഇറച്ചിയാക്കണതിന് കുഴപ്പമില്ല. 2 പ്രാവിനെ വിട്ട് കഴിഞ്ഞാൽ അപ്പം അതിന് കേസായി. എൻ്റെ പേര് ഫ്രാൻസിസ്. 21 വർഷം തൃശ്ശൂർ പാറേമുക്കാവ് ഭാഗത്തേക്ക് തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ട് നടത്തിയ കരേരക്കാട്ടിൽ അന്തോണി മകൻ ജോസിൻ്റെ അനിയനാണ്. വെടിക്കെട്ടിലേക്ക് ഞങ്ങൾ വരാനുള്ള കാരണം അപ്പന് വെടിക്കെട്ടിനോടുള്ള കൂടുതൽ താല്പര്യം കൊണ്ടാണ്. അപ്പൻ സീതാറാം മില്ലിലെ ജോലിക്കാരനായിരുന്നു. പക്ഷേ വെടിക്കെട്ടിനോടുള്ള കമ്പം കൊണ്ട് ശമ്പളം കിട്ടുമ്പോൾ കെമിക്കൽ മേടിച്ച് തന്നെത്താൻ കത്തിച്ച് പഠിച്ച് അങ്ങനെയാണ് ലൈസൻസ് എടുത്തത്. ഞാൻ സർക്കാർ സർവീസിൽ നിന്ന് പഞ്ചായത്ത് സെക്രട്ടറിയായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. എന്നിരുന്നാലും ജനനം മുതൽ തന്നെ ഇതിൽ വെടിക്കെട്ടിൽ തന്നെയാണ് ഞാൻ ജനിച്ചതെന്ന് തന്നെ പറയാം. അപ്പനായിട്ട് പൂർവികമായിട്ട് ലൈസൻസ് ഉണ്ടായിരുന്നു. 1954 മുതൽ അപ്പൻ്റെ പേരിൽ ലൈസൻസ് ഉണ്ടായിരുന്നു. ചേട്ടന് 18 വയസ്സായപ്പോൾ ചേട്ടൻ്റെ പേരിലെടുത്തു. ചേട്ടൻ്റെ പേരിലാണ് ഇപ്പോൾ ലൈസൻസ് ഉള്ളത്. ചേട്ടൻ 10 കൊല്ലം മുമ്പ് മരിച്ചു. അമ്മ പ്രസവിച്ച് കിടക്കുന്ന കാലത്ത് അമ്മയ്ക്ക് മത്താപ്പ് നിറയ്ക്കാനൊക്കെ അപ്പം കൊണ്ടു കൊടുക്കുന്ന പറഞ്ഞത് കേട്ടിരിക്കണം. പ്രസവിച്ച് കിടക്കുമ്പോൾ അധ്വാനമില്ലാത്ത ജോലിയാണ്. അപ്പം തന്നെ ഈ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൻ്റെ മണവും കാര്യങ്ങളും കിട്ടിയെന്നർത്ഥം. അതൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ചരിത്രങ്ങളാണ്. പിന്നെ ചേട്ടൻ ഇതിൻ്റെ അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ 4 പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഓലപ്പടക്കം കെട്ടി പഠിച്ചു. ഇപ്പോൾ 78 വയസ്സായി. എന്നാലും എനിക്ക് ഓലപ്പടക്കം കെട്ടാനൊക്കെ നല്ല സ്പീഡാണ്. ഞാൻ 3000 ഓലപ്പടക്കം ദിവസം കെട്ടിയിരുന്നു.
ഓലപ്പടക്കം നിങ്ങൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടാക്കണത് കണ്ടിട്ടില്ല. അത് ഞാനൊന്ന് കാണിച്ചു തരാം. 5 വയസ്സിൽ തന്നെ ഈ കമ്പനിയിലേക്ക് പോയി തുടങ്ങി ഞാൻ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ എന്നെയും കൊണ്ടാണ് അമ്മ വെടിക്കിട്ട് പണിയ എല്ലാ പണികളും അമ്മയ്ക്കറിയാം. അപ്പം മുലകൂടി പറ്റാത്ത പ്രായത്തിൽ എന്നെയും കൊണ്ടാണ് പണി സ്ഥലത്തേക്ക് പോവുക. അങ്ങനെയുള്ളൊരു ബന്ധം കൂടി ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ചെറുപ്പത്തിലെ തന്നെ വീട്ടിലത്തെ ഒരു ജോലി എന്നുള്ള രൂപത്തിലാണ് എല്ലാ പണികളും. അപ്പോൾ ഏത് പണിക്കാർ വന്നാലും നമുക്ക് എല്ലായിടത്തും എല്ലാ പണികളും നമുക്ക് അറിയാൻ പറ്റും. ചെറുപ്പത്തിലൊക്കെ 5 വയസ്സ് 6 വയസ്സാകുമ്പോൾ പടക്കത്തിൻ്റെ വാല് മുറിക്കലാണ് ആദ്യത്തെ ജോലി. പടക്കം കെട്ടിക്കഴിഞ്ഞാൽ ഓലയുടെ വാല് മുറിക്കൽ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പടക്കം കെട്ടില്ലായി. 7 വയസ്സാകുമ്പോഴേക്കും നന്നായിട്ട് പടക്കം കെട്ടി തുടങ്ങി. അപ്പോൾ വീട്ടിലെല്ലാവരുടെ ജോലിക്കാരുടെ ഒപ്പം ഇരുന്ന് അത് ശീലിക്കുകയാണ്. അതൊരു കുടുംബ ജോലി പോലെയാണ് നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ ഞാൻ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ അങ്ങനെ സർക്കാർ ജോലി കിട്ടി. എന്നാലും ഇത് വിട്ടില്ല. ഇതിൽ അഡ്മിനിസ്ട്രേഷൻ കംപ്ലീറ്റ് ചേട്ടനാണെങ്കിലും നമ്മൾ വർക്ക് സ്പോട്ടിൽ നമ്മൾ ഉണ്ടാവും. കത്തിക്കുന്നിടത്തായാലും എല്ലാ കാര്യങ്ങളും ദൈവാനുഗ്രഹം കൊണ്ട് പഠിക്കാനും എല്ലാ സൗകര്യവും വെടിക്കിട്ട് പണി പറ്റി എല്ലതും പഠിക്കാനും പുതിയതായിട്ടുള്ള ഓരോന്ന് കണ്ടുപിടിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈ വെടിക്കെട്ടിൻ്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഈ സാധനമാണ്. ടൈമർ എന്ന് പറയും. ഇതാണ് ഉയരം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത്ര അടി പോകണമെന്ന് നിശ്ചയിക്കുന്നത് ടൈമറാണ്. ടൈമറിന് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമ്മൾ എത്ര പണി ചെയ്താലും അതിന് യാതൊരു ഫലവും ഉണ്ടാവില്ല. ടൈമറിൻ്റെ പണി എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് തീ കൊടുക്കുക എന്നുള്ളതാണ് ടൈമറിൻ്റെ പണി. നിശ്ചിത സമയം കഴിഞ്ഞിട്ടും തീ കൊടുക്കാണ്ട് വരുമ്പോഴാണ് താഴ്ത്തു വീണ് പൊട്ടണം. നിശ്ചിത സമയത്തിന് മുമ്പ് തീ ഉള്ളിലേക്ക് കൊടുക്കുമ്പോഴാണ് കുറ്റിയിലിരുന്ന് പൊട്ടണം. അതിന് വളരെ എക്സ്പെർട്ടായിട്ടുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള പണിക്കാരൻ മാത്രമേ ഇത് ചെയ്യുള്ളൂ. ഇതിന് പ്രത്യേക സൈസ് മരുന്ന് ഗൺ പൗഡർ പ്രത്യേക കൂട്ടുണ്ടാക്കി അത് അടിച്ചുറപ്പിച്ച് അതിനാവശ്യം ഇത് 500 അടിയിൽ പോണതാണിത്. നമുക്ക് 300 അടിയെ പോകേണ്ടത് വെച്ചെങ്കിൽ ഇതിന് തുറന്ന് കളയും മരുന്ന്. അത് 200 അടി 300 അടി ഏതാ വേണ്ടത് വെച്ചെങ്കിൽ ഇപ്പോൾ കുരങ്ങനെ പ്രാവിനൊക്കെ വെക്കണമെങ്കിൽ 500 അടി വിടുകയാണെങ്കിൽ 500 അടി പോവും. കൊടമാല ഇതൊക്കെ 500 അടി പോകണം. അതിന് ഇത് മുഴുവനെ വയ്ക്കുക. ഇതിന് തുറക്കില്ല പോകും. അപ്പോൾ 500 അടി പോവും. അതിന് 500 അടി പോകണമെന്നുണ്ടെങ്കിൽ ഗൺ പൗഡർ അടിയിൽ കൂടുതലിടണം. അടിയിൽ നിന്ന് നിങ്ങൾ ജം എന്നൊരു സൗണ്ട് കേട്ടിട്ടില്ലേ? ആ സൗണ്ടാണ് മുകളിലേക്ക് എത്തണം. ഇതിന് തീയിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഇതിന് വലിച്ചു കൊണ്ടുപോകണ ഒരു കഴിവൊന്നുമില്ല ഈ ടൈമറിന്. മുകളിലേക്ക് വിടണത് അടിയിൽ നിന്നുള്ള ഗൺ പൗഡറിൻ്റെ പവർ കൊണ്ടാണ് മുകളിലേക്ക് പോകണം. ഗൺ പൗഡർ ഇട്ടില്ല വെച്ചെങ്കിൽ ഇതിൻ്റെ എത്ര കഴിവ് ഒരു കാര്യമില്ല. അപ്പോൾ ഗൺ പൗഡർ നമ്മൾ അമുട്ടിലിട്ടുണ്ടോയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അല്ലാച്ചെങ്കിൽ കുറ്റിയിലിരുന്ന് പൊട്ടും. തൃശ്ശൂർ പൂരത്തിന് വളരെ മുമ്പ് തന്നെ തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കിട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങ് പണ്ട് മുതലൊക്കെ ഉണ്ട്. വളരെയധികം കാലം മുമ്പുണ്ട്. പക്ഷെ അന്ന് വളരെ ചെറിയ തോതിലായിരുന്നു. ഒരു 10 കുമ്പം ഗുണ്ട്, 10 മുളം കുമ്പം പകിരി, 10 കുമ്പം കളറ്, അങ്ങനെയുള്ള ചെറിയ രൂപത്തിലുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് പതിവ് പോലെ തൃശ്ശൂർ പൂരത്തിൽ പറമ്പിൽ ചീട്ടുകളിക്കാരും ഉണ്ടാവും. ആ പൂരം സമയത്ത് അവരോട് മാറാൻ പറഞ്ഞ് പൂരം ഇത് കത്തിച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും വന്ന് ഇരുന്ന് കളിക്കും. അങ്ങനെയായിരുന്നു. അതിന് മാറാനൊരു കാരണം 68-ൽ നമ്മൾ തൃശ്ശൂർ പൂരം എടുക്കുമ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ചേട്ടൻ്റെ അമുട്ടുകളൊന്നും ദേവസ്വക്കാർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടൻ ദേവസ്വത്തിലൊരു നിർദ്ദേശം വെച്ചു, ഒരു അമുട്ട് പൊട്ടിക്കാമെന്ന്. അങ്ങനെ അവർ സമ്മതിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഒരു അമുട്ട് പൊട്ടിച്ചത്. ഒരു പച്ച മഗ്നീഷ്യം ഔട്ടാണ് തുടക്കം. അത് തിരുവമ്പാടിക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് പാറേമുക്കാവിൽ മാത്രം ഒരു അമുട്ട്. അങ്ങനെയാണ് അമുട്ടാണ് ആദ്യമായിട്ട് പൊട്ടിച്ച്. അങ്ങനെയാണ് തുടക്കം. പിറ്റേ കൊല്ലം 10 അമുട്ട് ഓരോ സെറ്റുകാർ പൊട്ടിച്ചു. പിന്നെ 50ആയി 100ആയി. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിൻ്റെ ഏതാണ്ട് അത്ര തന്നെ സാമ്പിളിന് പൊട്ടിച്ചു തുടങ്ങി. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് കണ്ടില്ലെങ്കിലും സാമ്പിൾ കണ്ടാൽ മതി എന്നുള്ള രൂപമായി. അത്രയ്ക്ക് വെടിക്കെട്ടായി. 2000 വരയ്ക്ക് ഓലപ്പടക്കം ഉണ്ടായിരുന്നില്ല. 2000-ൽ ഓലപ്പടക്കവും തുടങ്ങി. അപ്പോൾ പൂരത്തിൻ്റെ എല്ലാ ഐറ്റംസും സാമ്പിളിന് ഉൾപ്പെടുത്തി. ഇത് കണ്ട് മറ്റുള്ള അമ്പലങ്ങളും സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങി. ഇപ്പോൾ ഊത്രാളി, നെന്മാറ ഇവിടെയൊക്കെ സാമ്പിൾ വെടിക്കെട്ടുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും സാമ്പിൾ വെടിക്കെട്ട്. അങ്ങനെയാണ് തുടക്കം. അങ്ങനെയാണ് സാമ്പിൾ വിപുലീകരിക്കാനുണ്ടായ ഒരു സംഗതി. നമ്മൾ 68-ൽ മുതൽക്കാണ് ഇത്രയും വിപുലീകരിച്ച് തുടങ്ങിയത്. ഇപ്പോൾ 400 അമുട്ട് വരെ പൊട്ടിച്ചിട്ടുള്ള കാലം ഉണ്ടായിട്ടുണ്ട് സാമ്പിളിന്.
ഇപ്പോൾ ആ മുട്ടുകളൊക്കെ കുറഞ്ഞു. നിങ്ങൾ അവസാനം പൊട്ടുന്നതാണ് ആദ്യം നിറയ്ക്കുക. ആദ്യം നിറച്ച് കഴിഞ്ഞ് ടൈമർ വെച്ച് ഒരു നില തൊട്ടും മറ്റേ നില വരയ്ക്ക് 7 സെക്കൻഡാണ് അതിൻ്റെ സമയം. ഇത് നിറച്ച് കഴിഞ്ഞ് ടൈമർ വെച്ച് രണ്ടാമത്തെ നില വെച്ചു, അതായത് 9ാമത്തെ. ഇത് വെച്ച് വേറെ ഓപ്പോസിറ്റ് കളർ നിറച്ച് 3ാമത്തെ നില വെച്ചു. അത് കഴിഞ്ഞ് ടൈമർ വെച്ച് 4ാമത്തെ നില നിറച്ചു. കളർ നിറച്ച് ടൈമർ വെച്ച് 5ാമത്തെ നില നിറച്ചു. പിന്നെ ടൈമർ വെച്ച് പിന്നെ 6ാമത്തെ നില വെച്ചു. അത് കഴിഞ്ഞ് 7ാമത്തെ വെച്ചു. കളർ നിറച്ച് പിന്നെ ടൈമർ വെച്ച് 8ാമത്തെ വെച്ചു. പിന്നെ 9ാമത്തെ വെച്ചു കളർ നിറച്ച്. പിന്നെ 10ാമത്തെ നില നിറച്ചു. ഇതാണ് ആദ്യം പൊട്ടുന്നത്. ഏറ്റവും ഒടുവിൽ വയ്ക്കുന്ന നിലയാണ് ആദ്യം പൊട്ടുക. അത് 50 അടിയിൽ പൊട്ടി തുടങ്ങണം. ഒരു നില തൊട്ട് മറ്റേ നില വരയ്ക്ക് 7 സെക്കൻഡാണ് അതിൻ്റെ സമയം. ഒരെണ്ണം പൊട്ടി 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 അങ്ങനെ ഓരോന്ന് പൊട്ടി പൊട്ടി 8-10 നിലയുണ്ടെങ്കിൽ 8 നിലയും മുകളിൽ പൊട്ടിയിരിക്കണം. ബാലൻസ് മടക്കത്തിന് 2 നിലയേ പാടുള്ളൂ. കൂടുതൽ വന്നു കഴിഞ്ഞാൽ താഴ്ത്തു കൊണ്ട് പൊട്ടും. ഇതാണ് നിലമുട്ടിൻ്റെ പണി. പണി തീരുമ്പോൾ ഇതേപോലെയാവും. ഇതാണ് മുകളിലേക്ക് പോകുന്ന സാധനം. ഇത് ബലപ്പെടുത്തി ഇത് വെച്ച് കഴിഞ്ഞ് ഇതാണ് മുകളിലേക്ക് പോവുക. ഇതിൻ്റെ അടിയിൽ മരുന്നിട്ട് കുറ്റിയിലിട്ട് കഴിഞ്ഞാൽ അടിയിൽ നിന്ന് നിങ്ങളൊരു ജം എന്നുള്ളൊരു സൗണ്ട് കേട്ടിട്ടില്ലേ? ആ സൗണ്ട് കേൾക്കണതാണ്. അപ്പോഴാണ് ഇത് മുകളിലേക്ക് പോകുന്നത്. തോക്കിൻ്റെ ഉണ്ട പോലെ ഇത് മുകളിലേക്ക് പോകും. അതിൻ്റെ കണക്ക് ഫോഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടൈമർ വെക്കണമെന്നാണ് അതിൻ്റെ കഴിവ്. ടൈമറിൽ വ്യത്യാസം വന്നാൽ താഴ്ത്തു കൊണ്ടുപോട്ടും അപകടങ്ങളുണ്ടാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ട പണിയാണ്. നിലമിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട പണിയാണ്. മൊത്തം അളവെടുത്ത് 500 അടീനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഓരോ നിലയ്ക്കുള്ള സമയം 7 സെക്കൻഡ് കണക്കാക്കിയിട്ട് വേണം അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ. പണ്ടൊക്കെ 21 നില വരെ പൊട്ടിച്ചിരുന്നു. അത് സേഫല്ല. പക്ഷേ 10 നിലയാണെങ്കിൽ നമ്മുടെ അങ്ങനെ അപകടങ്ങൾ വന്നിട്ടാണ് അത് നിരോധിച്ചത്. 10 നിലയാക്കിയത്. തിരുവമ്പാടിയും പാറമേക്കാവും 10 നിലയാക്കി. മാക്സിമം 10 നില. ഇത് ഇപ്പോൾ നിലമുട്ടില്ലാതെയായി. പിന്നെ ആ പണി അറിയുന്നവരും കുറഞ്ഞു. അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പണ്ടൊക്കെ നിലമുട്ട ഏറ്റവും കൂടുതൽ നില പൊട്ടിക്കുന്ന ആൾക്കായിരുന്നു അന്നൊക്കെ ജനങ്ങളുടെ അംഗീകാരം. 68 തൃശ്ശൂർ പൂരത്തിന് ആദ്യമായിട്ട് നമ്മൾ വെടിക്കെട്ടെടുക്കുമ്പോൾ 12,500 രൂപയ്ക്കാണ് ആദ്യത്തെ കരാറ്. കിഴക്ക് വീട്ടിൽ ഗോപി മേനോൻ്റെ വക 7,000 രൂപ വേറെയും. അങ്ങനെയാണ് വെടിക്കെട്ട് കത്തിച്ചിരുന്നത്. അന്ന് ഒരു ജോലിക്കാർക്കുള്ള കൂലി 5 രൂപയായിരുന്നു. 1000 പടക്കത്തിന് 7.5 രൂപയാണ് ചാർജ് ചെയ്തിരുന്നത് അന്നത്തെ വില. ഇന്നിപ്പോൾ വ്യത്യാസങ്ങളായി. അന്ന് കൂലിക്കാരുടെ കൂലിയും എല്ലതും കൂടി 12,500 രൂപയ്ക്കാണ് മൊത്തം. ഇന്നിപ്പോൾ 40 ലക്ഷം 50 ലക്ഷമൊക്കെ ആയി. അതിപ്പോൾ കൂലിയുടെ വ്യത്യാസമുണ്ട്. ഇന്നിപ്പോൾ 1000 രൂപയാണ് മിനിമം കൂലി. അന്ന് 5 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ സാധനങ്ങൾക്കുള്ള വില വ്യത്യാസങ്ങളും കെമിക്കലിനുള്ള വ്യത്യാസവും ഒക്കെ ഉണ്ട്. സൾഫറിനൊക്കെ അന്ന് വളരെ വില കുറവായിരുന്നു. ഇന്നിപ്പോൾ സൾഫറിനൊക്കെ ഭയങ്കര വിലയായി. അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസങ്ങളായി. ഒരു അമുട്ട് പൊട്ടുമ്പോൾ 4 സൈഡിലേക്ക് 4 കളറായിട്ട് പോണത് കണ്ടിട്ടുണ്ടോ? സൈഡ് അമുട്ടെന്ന് പറയും. ഇതാണ് അതിൻ്റെ ഘടന. ഒരു കോറ 4ആയിട്ട് മുറിച്ച് ഇതേപോലെ 4 കള്ളിയാക്കും. എന്നിട്ട് 4 ചുവപ്പ് പച്ച 3 ഓപ്പോസിറ്റ് കളർ നിറയ്ക്കും. ഒരു അമുട്ട് പൊട്ടുമ്പോൾ 4 ഭാഗത്തേക്ക് 4 കളർ പറഞ്ഞാൽ നിങ്ങൾ സൈഡ് അമുട്ടായിട്ട് കാണുന്നത്. അത് പണി തീരുമ്പോൾ ഇതേപോലെ. 69 ഹിന്ദി സിനിമയ്ക്ക് വേണ്ടി വെടിക്കെട്ടിന് വേണ്ടിയിട്ട് നമ്മളെ സമീപിച്ച് തൃശ്ശൂർ മറ്റേ പാലസ് ഗ്രൗണ്ടിലായിരുന്നു പരിപാടി വെച്ചിരിക്കുന്നത്. 4 ഓണത്തിനാൾ. അങ്ങനെ പരിപാടികളൊക്കെ ഒരു ആനപൂരം കുടമാറ്റം ഇതൊക്കെയാണ് സെറ്റ് ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാവരെയും സെറ്റ് ചെയ്ത് ആന സാമാനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്ന് പാലസ് ഗ്രൗണ്ടിൽ വന്ന പുലിക്കളി കഴിഞ്ഞ ആളുകൾ വന്ന് ആ
തിരക്കിൽ അത് നടത്താൻ പറ്റിയില്ല. പിന്നെ അത് നടത്തിയത് മറ്റേ മസനഗുഡി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഊട്ടിയിൽ. അവിടെ ഇത് പരിപാടി നടത്തി. അവിടെ പരിപാടിയൊക്കെ നന്നായി. കെ ശങ്കർ സംവിധാനം ചെയ്ത സച്ചായി എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയിലേക്കാണ് അത് എടുത്തത്. ഷൺമി കപൂർ, സാധന, പ്രാൺ, സജീവ് കുമാർ ഇവരൊക്കെയാണ് സ്റ്റാറിങ്. അന്ന് നല്ല ഇതായിരുന്നു. അങ്ങനെ അതെടുത്ത് അതൊക്കെ നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റി നമുക്ക്. പിന്നീടുള്ള സിനിമയിലേക്കൊക്കെ അമിട്ടുകളൊക്കെ കൊണ്ടുപോകാറൊക്കെ ഉണ്ട്. 2016 വരെ പൊട്ടിച്ചിരുന്ന ഡൈനാമിട്ടാണിത്. ഇത് മുകളിലേക്ക് പോണത് തന്നെ 80 കിലോ ഉണ്ടാവും. മുകളിലേക്ക് എത്തിക്കാൻ 22-23 കിലോ മുകളിലേക്ക് എത്തിക്കാൻ വേണം. ഇതിപ്പോൾ അനുവദിക്കുന്നില്ല. ഇപ്പോൾ അനുവാദമുള്ളത് ഇതാണ് ഇപ്പോൾ. ഇത് 1 കിലോ ഉണ്ടാവുള്ളൂ ആകെ. മുകളിലേക്ക് പോണത് 3/4 കിലോ ഉണ്ടാവുള്ളൂ. ഇത് എണ്ണം കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഇതിൽ നിന്നൊക്കെ നമ്മൾ പിന്തിരിയേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. തൊണ്ണൂറ്റിനാലിൽ KSFEയുടെ ഉദ്ഘാടനം നടക്കുകയാണ്. സിൽവർ ജൂബിലി 94 ടൗൺ ഹാളിൻ്റെ അവിടെ ഹെഡ് ഓഫീസിലാണ് പരിപാടി. അന്ന് മുഖ്യമന്ത്രി കരുണാകരൻ, ധനമന്ത്രി ഉമ്മൻചാണ്ടി. അങ്ങനെ വെടിക്കെട്ടൊക്കെ ഏർപ്പാട് ചെയ്ത് വെച്ചു. അങ്ങനെ വെച്ച് നേരത്ത് വെടിക്കെട്ട് കത്തിക്കുന്ന സ്ഥലത്ത് നിന്നാൽ സ്റ്റേജ് കാണാൻ പറ്റില്ല. അപ്പോൾ സ്റ്റേജിലുള്ള ആളുകൾ വെടിക്കെട്ട് കത്തിക്കേണ്ട സമയമാകുമ്പോൾ സിഗ്നൽ തരാമെന്നാണ് പരിപാടി. അങ്ങനെ സിഗ്നലും കാത്ത് വെടിക്കെട്ട് പൊഴിമരുന്നൊക്കെ ഇട്ട് വെച്ച് നിൽക്കുന്ന നേരത്താണ് ഉമ്മൻചാണ്ടി ധനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കരുണാകരനെ കാത്ത് നിൽക്കുകയാണ് ഇവർ ഉദ്ഘാടനത്തിന്. ഉമ്മൻചാണ്ടി പുറത്ത് വന്ന്, അപ്പോൾ തീ വയ്ക്കണമെങ്കിൽ ടൗല് വീശി കാണിക്കുമ്പോൾ തീ വയ്ക്കാനാണ് ഓർഡർ. അങ്ങനെ ടൗല് വീശണതും കാത്തിരിക്കുകയാണ് വെടിക്കെട്ട് പണിക്കാർ. അങ്ങനെ ഉമ്മൻചാണ്ടി പുറത്ത് വന്ന്, കരുണാകരൻ വരാണ്ട് വെയിറ്റ് ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടി പുറത്ത് വന്ന് ടൗലെടുത്ത് മുഖമൊക്കെ തുടച്ച് ഒന്ന് കുടഞ്ഞ വഴിക്ക്, കുടഞ്ഞിൽ കണ്ട വഴിക്ക് പണിക്കാരൻ തീ കൊടുത്തു. അപ്പോൾ ഉദ്ഘാടനത്തിനുള്ള കരുണാകരൻ ആളേലാണ്, ആളെത്തിയിട്ടില്ല. അങ്ങനെ അപ്പോഴേക്കാണ് വിവരം അബദ്ധം പറ്റിയതാണ്. ഉമ്മൻചാണ്ടി മുഖം തുടച്ച് ടൗൽ കുടഞ്ഞതാണ്. പക്ഷേ പണിക്കാർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തീ കൊടുത്തു. പിന്നെ അതുപോലെ ഗൾഫിൽ പോയിട്ട് 5 ദിവസത്തെ പരിപാടിന് 100 അമിട്ട് ചെയ്ത ഓരോ സ്ഥലത്ത്. അങ്ങനെ 100 സ്ഥലത്ത് പരിപാടി നടക്കുന്ന സമയത്ത് ഓരോ ദിവസം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അമിട്ടും കൊണ്ട് ചെല്ലുമ്പോൾ പുതിയ ടയോട്ട കാറിൽ അമിട്ടും കുറ്റി കയറ്റി അറബി കുട്ടികൾ കയറ്റി കൊണ്ടുപോവുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് പൊട്ടിക്കാനാണെന്ന്. ഈ കുറ്റിയിൽ നിന്നാണ് അമിട്ട് പോയെന്നുള്ളവർ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ റീലോഡ് ചെയ്തിട്ട് പൊട്ടിക്കണേന്നുള്ള അവർക്ക് അറിയില്ല. അങ്ങനെ അവർ കയറ്റി കൊണ്ടുപോവാണ് ഈ അമിട്ടും കുറ്റി. അവർക്ക് അറിയില്ലല്ലോ, അറബി കുട്ടികൾക്ക് അറിയില്ലല്ലോ. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന്. കോറേരെ ഡൈ ആണത്. ഇത് മരം. ആദ്യം ഇതുമ്മ പശയില്ലാത്ത കടലാസ് പൊതിയും. എന്നിട്ട് പശയുള്ള കടലാസ് ഇതുമ്മ പൊതിഞ്ഞിട്ട് ഇതിൻ്റെ ഹാഫ് റൗണ്ട് വെട്ടിയെടുക്കും. അപ്പോൾ 2 പാളിയായിട്ട് കിട്ടും. അപ്പോൾ അതായത് ഇതേപോലെയായിട്ട് കിട്ടും. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് 22 ലെയർ കടലാസ് ഇട്ട് കഴിഞ്ഞാൽ ഗുളിയാമുട്ടായി. ഡൈനാമുട്ടിന് 5000-6000 ലെയർ വരും. ഗുളിയാമുട്ടിന് കൃത്യം കണക്കുണ്ട്. ഗുളിയാമുട്ടിൻ്റെ എല്ലാ ഭാഗത്തും ഒരേമാതിരിയുള്ള കനായിരിക്കും, എന്നാലും അമുട്ട് നന്നാവുള്ളൂ. ഒരു ഭാഗം അമുട്ട് കനം കൂടിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഈ ഗുളിയെ തള്ളി കൊടുക്കില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഗുളിയെ നിങ്ങൾ റൗണ്ടായിട്ട് കാണുന്നില്ല. നിങ്ങളൊരു ഗുളിയമിട്ട് കാണുമ്പോൾ ഗുളിയ എല്ലാ മുകളിലേക്കും ചോട്ടിലേക്കും ഒക്കെ തെറിക്കുന്നുണ്ട്. നമ്മുടെ റിട്ടേണിൽ കിട്ടുമ്പോൾ അത് പരന്നതായിട്ട് നമുക്ക് കാണുന്നു എന്നുള്ളൂ. കെട്ടിടത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാലും നമുക്ക് റൗണ്ടായിട്ട് തന്നെ കാണുക. അത് കണ്ണിലേക്ക് വരുന്നതിൻ്റെ ഇതാണ്. ഈ അമിട്ടിൻ്റെ പ്രധാനം ഈ കോറേര നിർമ്മാണമാണ്. ഇത് കുപ്പിച്ചില്ല് തകർന്ന പോലെ തകരണം, എന്നാലേ അമിട്ട് നന്നാവുള്ളൂ. ഇപ്പോഴത്തെ വെടിക്കെട്ടിന് 8 സാധനങ്ങളുടെ കൂട്ട് പഠിച്ചാൽ മതി. കാരണം ഒന്ന് മുകളിലേക്ക് പോകാനുള്ള മരുന്നിൻ്റെ കൂട്ട്, മുകളിൽ പൊട്ടാനുള്ള മരുന്നിൻ്റെ കൂട്ട്, പിന്നെ അതിൻ്റെ കണക്ഷൻ, തിരി ഉണ്ടാക്കുന്ന വിധം, ഇതങ്ങനെ 8 സൈസ് പഠിച്ചാൽ ഇന്ന് കത്തിക്കുന്ന വെടിക്കെട്ട് കത്തിക്കാം. പണ്ട് കാലത്ത് 1 ലക്ഷം രൂപയ്ക്ക് വെടിക്കെട്ടുണ്ടെങ്കിൽ
70,000 രൂപ വരെ അമുട്ടും 30,000 രൂപ ഉറക്കപ്പൊട്ടണതുമായിരുന്നു. ഇന്നിപ്പോൾ 80,000 രൂപ വരെ ഉറക്കപ്പൊട്ടണതും 20,000 രൂപ അമുട്ടായിട്ട് ചുരുങ്ങി. വെടിക്കെട്ടിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് നയനമനോഹരമാണ്, കർണകഠോരമല്ല. ഇന്നുള്ളത് കർണകഠോരമാണ്. അതാണ് ഈ സർക്കാരിൻ്റെ നിയന്ത്രണം കൂടുതലും വരുന്നത്. ഇന്നത്തെ കാലത്ത് അടുത്ത തലമുറയ്ക്ക് ഈ കല നിലനിന്ന് കാണണമെങ്കിൽ അമുട്ടുകളിലേക്ക് തിരിയണം. ഇപ്പോൾ ഗൾഫിലൊന്നും ഗർഭം കലക്കി ഉണ്ടായിട്ടല്ല, അവിടെയൊക്കെ ഫാൻസി ഐറ്റംസാണ്. അതിലേക്ക് വരണം. നമുക്ക് തൃശ്ശൂർ പൂരത്തിനാണെങ്കിൽ 1000 അമുട്ട് വരെ കത്തിക്കാം. 3:30 മണിക്ക് പഞ്ചവാദ്യം അവസാനിച്ച് കഴിഞ്ഞാൽ 3:30 വരയ്ക്ക് അരമണിക്കൂർ ശബ്ദം വെടിക്കെട്ട്, പിന്നെ 5:30 വരയ്ക്ക് 2 മണിക്കൂർ, അതായത് 7200 സെക്കൻഡ്. അപ്പോൾ 1000 അമുട്ട് സെറ്റ് ചെയ്താൽ 7.20 സെക്കൻഡിൽ ഒരു അമുട്ട് പൊട്ടും. അപ്പോൾ ജനങ്ങൾക്ക് കണ്ണ് ചിമ്മാൻ വരെ സമയം കിട്ടില്ല. അപ്പോൾ ആസ്വദിക്കുക ഏത് സമയവും. അപ്പോൾ റൗണ്ടിൽ നിർത്താൻ ഒരു അപകടമില്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. ഈ സൗണ്ടിനാണ് നിയന്ത്രണം വേണ്ടത്. എത്രയോ പഴയ കെട്ടിടം റൗണ്ടുകളിലും എല്ലായിടത്തും ഉണ്ട്. ഈ കെട്ടിടത്തിൽ ഇഴിഞ്ഞു വീണാൽ തന്നെ ഒരു 500 ആൾ മരിക്കാൻ അത് മതി. അപ്പോൾ അത് നമ്മൾ തന്നെ ഇതിൽ നിന്ന് സ്വയം പിന്തിരിയണമെന്നാണ് എൻ്റെ അഭിപ്രായം. വെടിക്കെട്ടിന് എന്ന് പറഞ്ഞ സിനിമ നമുക്ക് സർക്കസ് കാണണമാതിരി റൗണ്ടിൽ ചെയറിട്ടിരുന്ന് കാണാം അമുട്ടിലേക്ക് തിരിഞ്ഞാൽ. ഇപ്പം ഇന്ന് ജനങ്ങൾ വെടിക്കെട്ട് കാണാതെ പോകണമെന്ന് വെച്ചാൽ ഒരു അമുട്ട് കഴിഞ്ഞിട്ട് പിന്നെ സമയം ഗ്യാപ്പ് വരുമ്പോഴാണ് ഈ പോണത്. ഇത് ഗ്യാപ്പ് ഉണ്ടാവില്ല. നമുക്ക് ഇപ്പോൾ റിമോട്ടിൽ കത്തിച്ച് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ നേരത്തേക്ക് സുഖമായിട്ട് കാണാം. അതുപോലെ തന്നെ ഫാൻസി ഐറ്റംസിലേക്ക് തീരണം. അതുപോലെ തന്നെ ഈ ബോർഡ് ഐറ്റംസ്, ഓരോ നമ്മളിപ്പോൾ നക്ഷത്രമോ എന്തെങ്കിലും ഉണ്ടാക്കി ജനങ്ങൾക്ക് കാണാവുന്ന രീതിയിൽ 5 മിനിറ്റ് ഒക്കെ കാണാവുന്ന രീതിയിൽ. ഇന്നിപ്പോൾ അതില്ല, ഉറക്കപ്പൊട്ടണത് മാത്രം. അതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഈ നിലയ്ക്ക് പോയാൽ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു കല നിന്നിരുന്ന കാര്യം പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആ നിലയ്ക്കാണ് ഇപ്പോഴത്തെ പോക്ക്. അത് സർക്കാർ ഇടപെട്ട് ഇത് ഫാൻസി ഐറ്റംസിലേക്ക് വരണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അല്ലെങ്കിൽ ഇത് കല നിലനിന്ന് പോകും. കഥകളി ആസ്വദിക്കണമെങ്കിൽ നമ്മൾ മുദ്ര അറിയണം. മേള ആസ്വദിക്കണമെങ്കിൽ കാലും കലാശവും അറിയണം. വെടിക്കെട്ട് ആസ്വദിക്കാൻ വിദ്യാഭ്യാസം വേണ്ട, ജാതിയില്ല, പ്രായമില്ല, എല്ലാവർക്കും ഒരേ സമയത്ത് ആക്ഷൻ. നല്ല അമുട്ട്. പണ്ട് കാലത്തൊക്കെ തിരുവമ്പാടി വിദ്യാർത്ഥി കോർണറിലൊരു അമുട്ട് പൊട്ടിക്കഴിഞ്ഞാൽ തിരുവമ്പാടി വടക്കനാഥൻ്റെ മുകളിലത്തെ എലിഞ്ഞീരെ മുകളിൽ വരെ എത്തണം എന്നുള്ളതാണ് അന്നത്തെ കണക്ക്. ഇന്നിപ്പോൾ ചെറിയ 6 ഇഞ്ചിൻ്റെ അമുട്ടാണ്. അപ്പോൾ അതിൻ്റെ അമുട്ടുകളിൽ എല്ലാ ഐറ്റംസും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. ഈ അമുട്ട് വിരിയിലുള്ള ഭംഗിയാണ് നമ്മളെ ജനങ്ങളെ പിടിച്ചു നിർത്തുന്നത്. 1000 ആനപ്പുറത്ത് പൂരം കത്തിച്ചാലും വെടിക്കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആളുണ്ടാവില്ല. ഇത് 8 ഇഞ്ച് ഡയാമീറ്ററിലേക്ക് 1 ഇഞ്ചാണ് ഇതിൻ്റെ ഇതിൽ കൂടെയാണ്. 8 ഇഞ്ചിൽ കത്തണത് 1 ഇഞ്ചിലേക്ക് കൂടെ തള്ളുമ്പോഴാണ് ഈ കേസ് അടക്കം മുകളിലേക്ക് പോകുന്നത്. അതാണ് നിങ്ങൾ എലിവാണായിട്ട് കാണുന്നത്. അതിൻ്റെ കേസാണിത്. ഇതുതന്നെയാണ് റോക്കറ്റിൻ്റെ പ്രിൻസിപ്പിളും ഇതുതന്നെയാണ്. ഇപ്പം അതിൻ്റെ ഇന്ധനമൊക്കെ വേറെ സൈസായി എന്ന് മാത്രം. പിന്നെ ഈ നാടൻ വെടിക്കെട്ടിൻ്റെ അന്ത്യകാലം അടുത്ത് വന്നു എന്ന് തന്നെ പറയാം. കാരണം വെച്ചാൽ ഇപ്പോൾ ശിവകാശി കമ്പനിക്കാരുടെയാണ് ഇപ്പോൾ ഇറക്കണത്. 1 കോടി രൂപയുടെ ശിവകാശി സാധനം കത്തിക്കാനും ഒരു ലൈസൻസും വേണ്ട. നമ്മൾ 50,000 പടക്കവും കുറച്ച് ഗുണ്ടും പൊട്ടിക്കണമെന്ന് വെച്ചാൽ കളക്ടറുടെ എക്സ്പ്ലോസീവിൻ്റെ എല്ലാ ലൈസൻസും വേണം. എന്നാലേ അത് കാരണം കൊണ്ട് പള്ളിക്കാരൊക്കെ ഇത് വേണ്ടാന്ന് വെച്ചു, വെടിക്കെട്ട് തന്നെ വേണ്ടാന്ന് വെച്ചു. ഇപ്പോൾ അപൂർവ അമ്പലങ്ങളിൽ മാത്രമേ ഇതിൻ്റെ വെടിക്കെട്ട് നടത്തണുള്ളൂ. ഇപ്പോൾ ശിവകാശിക്കാരുടെ സാധനം എത്ര പൊട്ടിക്കാനും ഒരു ലൈസൻസും വേണ്ടാന്ന്. അതിനും നമ്മുടെ അധികാരികൾ അതിനിടപെട്ട് നമ്മുടെ ഇത് തനത് കല നിലനിർത്താൻ നമ്മുടെ അവിടെ നിന്ന് പോയിട്ടാണ് ശിവകാശിയിൽ പോയിട്ട് പണി പഠിപ്പിച്ചത് നമ്മുടെ അവിടുത്തുകാരാണ്. ശിവകാശിയിൽ ഇവിടെ നമ്മുടെ ആളുകൾ പോയിട്ട് ഒരു കമ്പനിയിൽ എങ്ങനെയായാലും 5-8 മലയാളീസ് ഉണ്ടാവും. ആ ശിവകാശിക്കാർ പടക്ക കമ്പനി തൃശ്ശൂർ അവരാണ് തുടങ്ങിയിട്ടുള്ളത്. അവർ തുടങ്ങിയിട്ടാണ് ഇപ്പോഴത്തെ തൃശ്ശൂർ കലക്ടറേറ്റുകളിലോടത്ത് ശിവകാശിക്കാർ പടക്ക കമ്പനിയായിരുന്നു തമിഴന്മാരുടെ. അതുപോലെ പുല്ലേൽ, അതുപോലെ കോടന്നൂർ, ഇത് അവിടുന്ന് പടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങോട്ട് സദേൺ എക്സ്പോർട്ടിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ചുങ്കത്തിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. അവരാണ് ഇവിടുന്ന് പടക്കം ഉണ്ടാക്കിയിട്ട് മാലപ്പടക്കമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നത്. പിന്നെയാണ് ശിവകാശിയിൽ ഇത് ഇവർ തുടങ്ങിയത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള കണ്ടുപിടുത്തം ഇവിടെ നടത്തിയിട്ട് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് പോയിട്ടുള്ളതാണ് അവിടെ ശിവകാശിയിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ഒരു പി.എൻ. പണിക്കർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലൈസൻസി ഉണ്ടായിരുന്നു.
ആൾ BA-കാരനാണ്. അങ്ങോരാണ് ഈ ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് കൂടുതൽ കാര്യങ്ങൾ കെമിക്കൽ. ചൈനയിൽ പണ്ടുണ്ട്. ചൈനയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് പൊന്നിട്ട് ഗോപാലൻ അങ്ങനെയുള്ള കമ്പനിക്കാരൊക്കെ നോക്കി ഇതൊക്കെ പൊളിച്ച് നോക്കി പഠിച്ച അങ്ങനെയാണ് നമ്മൾ പഠിക്കാനുള്ള കാരണം. ചൈനയിൽ നിന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ ശിവകാശിക്കാരുടെ സാധനങ്ങൾ അവിടെ കൂലിച്ചെലവ് കുറവാണ്, പിന്നെ നിയന്ത്രണങ്ങൾ വളരെ കുറവാണ്. നമ്മുടെ അവിടുത്തെ പോലെയല്ല. ശിവകാശിയിലൊക്കെ ആളുകൾ മരിക്കുന്നത് നമ്മൾ കണക്കിൽ പെടുന്നില്ല. നമ്മുടെ അവിടെ 8 ആൾ 7 ആളെന്ന് പറയുന്നത് പലതും പത്രത്തിലോ നമ്മൾ അറിയുന്നില്ല. ഇവിടെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ 4 കോളത്തിലാണ് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്ക് പേടിയായി. പിന്നെ സ്ഥല സൗകര്യങ്ങൾ കുറവ്. അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അവിടുത്തെ ആക്സിഡൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ അവിടുത്തെ ആക്സിഡൻറ്റ് ഒന്നുമല്ല, വളരെ നിസ്സാരമാണ്. പക്ഷെ സർക്കാർ അതിന് ഇത് ഈ ജോലിക്കാർക്ക് വേറെ ജോലി ചെയ്ത് പുതിയവരിട്ട് വരുന്നില്ല. പഴയവർ ഓരോരുത്തർ കാലം ചെയ്ത് പോകുമ്പോൾ അന്യം നിന്ന് പോവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ വെടിക്കെട്ടിൻ്റെ കൂട്ട് പലർക്കും പല കൂട്ടാണ്. ഇപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ തനി ചുവപ്പുള്ള കൂട്ടുണ്ട് ചിലവർക്ക്. അതൊക്കെ അവർ മരിക്കുമ്പോൾ അതോടുകൂടി കഴിയാണ്. അല്ലാണ്ട് മാറണില്ല, ആർക്കും താല്പര്യമില്ല. ഇതിപ്പോൾ ഉണ്ടാക്കണ നേരം കൊണ്ട് ശിവാശിയെ പോയി കടയിൽ പോയിട്ട് മേടിക്കുകയാണ്. അങ്ങനെയാണ്. നാടൻ സാധനങ്ങളെന്ന് പറയുന്നത് അപകടരഹിതമാണ് ശരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ. അത് സർക്കാർ അതിന് മുൻകൈ എടുക്കണം. തൃശ്ശൂർ പൂരമൊക്കെ എങ്ങനെയാലും നടക്കും. പക്ഷേ ചെറിയ ചെറിയ അമ്പലങ്ങളുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ്. നിയമങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് നടത്താൻ പറ്റില്ല എങ്ങനെയായാലും. പണ്ട് കാലത്ത് തൃശ്ശൂർ പൂരം 78-ൽ CMS-ൻ്റെ അവിടെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ കളക്ടർ അന്ന് SK ഭാട്ടിയ എന്ന് പറഞ്ഞ സബ് കളക്ടറായിരുന്നു. അങ്ങൊരു എഴുതി വെച്ച ഗുണ്ട് ചെരിഞ്ഞിട്ടാണ് അപകടം എന്ന് പറഞ്ഞാൽ അയാൾ മനസ്സിലാക്കി. അപ്പോൾ വാട്ട് ഈസ് ഗുണ്ട് കണ്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം നമ്മുടെ അവിടെ വന്ന് ചേട്ടനായിട്ട് ഇതായിട്ട് വന്ന് അയാൾ ഫ്രെയിം കെട്ടിയിട്ട് ഗുണ്ട് കാണിച്ചു കൊടുത്തു. അതാണ് ഗുണ്ടു എന്ന് പറഞ്ഞിട്ട് അയാൾ മനസ്സിലാക്കി. നമ്മുടെ കമ്പനിയിൽ ഈ ഫ്രെയിം 4 കുറ്റിയടിച്ചു. 4 കുറ്റിയടിച്ചിട്ട് അയാൾ തട്ടി നോക്കിയപ്പോൾ നല്ല ബലമുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കിലത്തെ 2 കുറ്റി ഊരാൻ പറഞ്ഞു. ഊരി തട്ടി നോക്കി, അപ്പോഴും ബലമുണ്ട്. അപ്പോൾ അയാൾ ഉടനെ എഴുതി കുറ്റി അടിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് എഴുതി. പിറ്റേ ദിവസമായിരുന്നു റിപ്പോർട്ട് വന്നതെന്ന് വെച്ചാൽ 20 അടി താഴ്ചയിൽ കുഴി കുത്തിയിട്ട് ഫ്രെയിം മുഴുവൻ അതിൽ ഇറക്കി വെക്കാനാണ് ഓർഡർ. നടക്കണ കാര്യമാണോ? അതുപോലെ തന്നെ കരിമ്പന ഗുണ്ട് കെട്ടണത് കരിമ്പനേരെ വള്ളി കൊണ്ടാണെന്നുള്ളതാണ് അങ്ങോട്ട് എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ കരിമ്പന വള്ളി എന്ന് പറയുന്നത് കിട്ടാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കരിമ്പന വള്ളി കൊണ്ട് കെട്ടാൻ ഇവിടെ കയറുകൊണ്ടാണല്ലോ കെട്ടുക. അപ്പോൾ അയാൾ പറഞ്ഞു കരിമ്പന വള്ളി വേണമെന്ന്. കരിമ്പന വള്ളി അവിടെ ഇഷ്ടംപോലെ കിട്ടണമായതുകൊണ്ടാണ് അവർ കെട്ടണത് കരിമ്പന വള്ളി. അപ്പോൾ സാറേ ഈ ഫയർ കണക്ടർ എന്ന് പറഞ്ഞ സാധനം വഴിമരുന്നുണ്ട്. ആ വഴിമരുന്ന് കരിയാനുള്ള നേരമണിയും കിട്ടില്ല. പിന്നെയുള്ള കയറ് കത്തിയിട്ട് ഗുണ്ട് ചെരിയണേന്ന് പറഞ്ഞപ്പോൾ അയാൾ സംഭവിച്ചു. പിന്നെ കയറ് മതിയെന്ന് പോയി. അപ്പം നമ്മൾ ഓരോ പോയിൻ്റ് അവരെ പറഞ്ഞ് മനസ്സിലാക്കാത്ത കുറ്റമുണ്ട്. പിന്നെ വെടിക്കെട്ട് പണിക്കാർക്കുള്ളതെന്ന് വെച്ചാൽ വിദ്യാഭ്യാസത്തിന് കുറവുള്ളവരാണ് മുഴുവൻ പണ്ട് കാലത്തുള്ളവർ. എന്നാൽ അവർക്ക് ഈ കെമിക്കലിനെ പറ്റി നല്ല അറിവാണ്. ഒരു കെമിക്കൽ അവർ തിരുമ്മി നോക്കിയാൽ പറയും ഇന്ന കെമിക്കലാണെന്ന്. ഇന്നുള്ളവർക്ക് തുണ്ട് എഴുതിയിടണം, പാക്കറ്റിൽ തുണ്ട് എഴുതിയിടണം, എന്നാലേ മനസ്സിലാവുള്ളൂ എന്ന്. പണ്ട് തിരുമ്മി നോക്കിയാൽ പറയും ഇന്ന സാധനമാണെന്ന്. 4ാം ക്ലാസ് ഉണ്ടാവുള്ളൂ, 3ാം ക്ലാസ്സൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ എക്സ്പീരിയൻസാണ് അവരുടേത്. അവർ ഇരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന സാധനം എന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് നെയിമൊന്നും അറിയില്ല അവർക്ക്. ചുവപ്പ് കളറിനുള്ളത് സ്ട്രോങ്ഷി നൈട്രേറ്റാണ് അതിൻ്റെ മൂലഘടകം. അതുപോലെ വേരിയൻ നൈട്രേറ്റാണ് പച്ചര മൂലഘടകം. നീലേര മൂലഘടകം തുരിശാണ്. മഞ്ഞേര മൂലഘടകം സോഡാപ്പൊടിയാണ് അതിൻ്റെ മൂലഘടകം. അത് വേറെയും കെമിക്കൽ ചേർക്കണം. അപ്പോൾ അതൊക്കെ അവർക്കൊക്കെ കാണാപ്പാടാണ് അതൊക്കെ. ഇന്നുള്ള ആളുകൾ എഴുതി വെച്ച് കൂട്ടിക്കൊണ്ടും കാര്യം ശരിയാവില്ല. പിന്നെ കെമിക്കലിലുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പ്യൂരിറ്റി അളക്കാനുള്ള ഒരു കഴിവാണ് വേണ്ടത്. അതിൻ്റെ ശുദ്ധത മനസ്സിലാക്കി അതിൻ്റെ കൂട്ടിൽ ഈക്വേഷനിൽ മാറ്റം വരുത്തണം. അപ്പോൾ ശുദ്ധത കൂടുതലുണ്ടെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വേഷനിൽ മാറ്റം വരുത്തണം. അതിൽ കുറച്ച് ശുദ്ധത കുറയ്ക്കാനുള്ള മരുന്നതിൽ കൂട്ടണം, അല്ലെങ്കിൽ അപകടം ഉറപ്പ്. അപ്പോൾ ശുദ്ധത മനസ്സിലാക്കാനുള്ള കഴിവാണ് ഒരു വെടിക്കെട്ടുകാരൻ്റെ മെയിൻ കാര്യം. കെമിക്കലിൻ്റെ ശുദ്ധത ഇപ്പോൾ 100% പ്യൂരിറ്റി ഉണ്ടാവില്ല എല്ലാവരും. പക്ഷേ ഉള്ളത് എത്രയാണെന്നുള്ളത് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യണം. അത് വെച്ചിട്ട് കൂട്ടിൽ മാറ്റം നമ്മൾ എഴുതി വെച്ച കൂട്ടല്ല, ആ കൂട്ടിൽ നമ്മൾ സ്വയം മാറ്റം വരുത്തണം. അപ്പോൾ അപകടങ്ങളൊരു 60% കുറയും.
ഇതിപ്പോൾ പ്യൂരിറ്റി 100% നമ്മൾ മറ്റേ ശരിക്കുള്ള കൂട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം വരും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ 3 സൈസ് ഇത് ഒരേ കളറാണെന്ന്, അത് തെറ്റി വന്നാലും ഉറപ്പാണ്. പിന്നെ സർക്കാർ ബാൻ ചെയ്തിട്ടുള്ള സാധനങ്ങൾ ഈ കെമിക്കൽ വരുന്നത് ബാൻ ചെയ്യാത്ത കെമിക്കലിൻ്റെ ചാക്കിലാണ് വരിക, ബാൻ ചെയ്തത്. അപ്പോൾ അത് ചാക്കിൻ്റെ പുറത്ത് എഴുതിയതാണെന്ന് വിചാരിച്ചിട്ട് ഇട്ടാൽ അപകടം ഉറപ്പ്. ഈ അപകടം എന്ന് പറഞ്ഞാൽ തീ ഉണ്ടാവാൻ മാത്രമേ അത് പറ്റുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പണി തീർത്ത സാധനങ്ങൾ ഇരിക്കുന്ന കാരണമാണ് അപകടം വലുതാവണം. അല്ലെങ്കിൽ ഒന്നും ദേഹത്തൊക്കെ ഒന്ന് പൊള്ളുന്നുള്ളതല്ലാണ്ട് അപകടം പണി തീർന്ന സാധനങ്ങൾ ഇരിക്കുന്ന കാരണമാണ് ഈ അപകടം. അത് മാറ്റി കഴിഞ്ഞാൽ പകുതി അപകടം കുറയും. ഈ 3 സൈസ് മരുന്ന് ഒരേ മാതിരിയുള്ളത് എടുക്കുമ്പോൾ പുതിയ ചാക്ക് അഴിക്കുമ്പോൾ നമ്മൾ ഒരു നുള്ളെടുത്ത് കുറച്ച് ഗന്ധം കൂട്ടി മിക്സ് ചെയ്തിട്ട് ഒരു കല്ലുമായിട്ട് വേറൊരു കല്ലുകൊണ്ട് ഉരച്ച് കഴിഞ്ഞാൽ സ്പാർക്ക് വന്നാൽ അത് അപകടകാരിയാണ്. ബാക്കി 2 സ്പാർക്ക് വരില്ല. അതൊന്ന് സർക്കാർ ബാൻ ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഇപ്പോൾ കമ്പോളത്തിൽ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അത് പിന്നെ അപകടം ഉണ്ടാകുന്നത് പണിക്കാരുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്നുണ്ട്. പിന്നെ 30,000 പടക്കം 3 ചാക്കിലാക്കി വെച്ചതിലേക്ക് തീ പിടിച്ചാൽ നമ്മൾ 30,000 പൊട്ടൊന്നും കേൾക്കില്ല. അതൊരൊറ്റ പൊട്ട് മാത്രം. അത് വാർത്ത കെട്ടിടത്തിലാണെങ്കിൽ അപകടം 1000 ഇരട്ടി വരും. അപ്പോൾ അടുത്ത ഷെഡിലേക്ക് തീ പിടിച്ച്, അപ്പോൾ അതാണ് സർക്കാർ പറയുന്നത് പണി തീർത്ത സാധനങ്ങൾ മാറ്റണം എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യാത്തതിന് വെടിക്കെട്ടിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഈ വെടിക്കെട്ട് പണിയിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ബീഡി വലി ചുരുക്കണം. അതാണ് ഈ ആക്സിഡൻറ്റിൽ പ്രത്യേകമായിട്ട് വരുന്നത്. ബീഡി വലിക്കുമ്പോൾ ബീഡി വലി അതിൻ്റെ ആഷ് മുണ്ടിൽ വന്നാൽ അതും വലിച്ചു കഴിഞ്ഞ് പണിസ്ഥലത്ത് വന്നിരിക്കുമ്പോൾ തീ പിടിക്കാൻ വളരെയധികം സാധ്യതയുണ്ട്. അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ജോലിക്കാരുടെ മാനസിക നില നമ്മൾ അളക്കണം. അവർ എങ്ങനെയാണ് കൂലി വാങ്ങിച്ചു പോയിട്ട് എങ്ങനെയൊക്കെയാണ് അവർ ജീവിക്കണേ, എങ്ങനെയാണ് വീട്ടിലത്തെ സമാധാനം എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ മുതലാളിമാർ പോയി അത് അന്വേഷിക്കണം. അല്ലെങ്കിൽ അവരുടെ മാനസികസ്ഥിതി വെടിക്കെട്ട് പണിയെ ബാധിക്കും. മിക്കവാറും ആളുകൾ മദ്യപിക്കുന്ന ആളുകളാണ്, എന്നാൽ ഇല്ലാത്തവരുണ്ട്. പക്ഷെ അത് വളരെയധികം ശ്രദ്ധിക്കണം അവർ. അപ്പോൾ എന്ന് വെച്ചാൽ ജോലി സ്ഥലത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യും. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറയാൻ ഈ കക്ഷി ഉണ്ടാകാത്ത കാരണം നമുക്കത് എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പറ്റില്ല. വെടിക്കെട്ട് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും.